നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളിലും അവരിലും ഈ മാസം എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചത്, മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് റിലേഷനെ ബേസ് ചെയ്ത് എന്നുള്ള റീഡിങ്സാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു റീഡിങ്സ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ, ഏത് റിലേഷനെ ബേസ് ചെയ്താണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യമെങ്കിലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നല്ല കണക്റ്റഡ് ആകുന്ന റീഡിങ്സ് ലഭിക്കാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളെപ്പോഴും എന്താണ് ചിന്തിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക. പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ നഷ്ടത്തെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് ക്ലാരിറ്റി വരുത്തുക, തെറ്റുകളെ തിരുത്തുക, പോസിറ്റീവായ കാര്യം മാത്രം ചിന്തിക്കുക. നമ്മൾ അനുഭവിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾക്കറിയേണ്ട നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന സംശയങ്ങൾക്ക് വളരെ വ്യക്തമാകുന്നൊരു ക്ലാരിറ്റി നേടിയെടുക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ പാസ്റ്റിൽ സംഭവിച്ചത്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, പൂർവ്വജന്മപരമാകുന്ന എന്തെങ്കിലും കർമാസുകൾ ഉണ്ടോ എന്നുള്ളത്, തടസ്സങ്ങൾ എന്താണെന്നുള്ളത്, ശത്രുക്കളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, വരാൻ പോകുന്ന തടസ്സങ്ങൾ, വരാൻ പോകുന്ന പ്രശ്നങ്ങളുടെ എനർജികൾ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നും അതിന് കാരണം, അത് വിട്ടുപോകാൻ സാധ്യതയുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ ചോദ്യങ്ങളും അത് നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കും. അതിനെ പുറത്ത് കളയുക, അത് ക്ലാരിറ്റി വരുത്തി നമ്മളതിനെ ഹീലാക്കുക. അതുപോലെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം ചിന്തിക്കുക. നെഗറ്റീവ് തോട്ട്സ് വന്നാൽ സഡൻ നമ്മളതിനെ കട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവിനെ ആവർത്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ പൂർവാധികം ശക്തവും പരിശുദ്ധവും പവർഫുള്ളുമാക്കി എടുക്കാൻ ശ്രമിക്കുക. ജീവിതം മാറിയിരിക്കും. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ഒരു മാസം നിങ്ങളിലും അവരിലുമൊക്കെ വന്നിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ മക്കളെ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ശക്തമാകുന്ന നിരാശയുടെ, അതായത് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ ഫീൽ ചെയ്യുന്ന മാനസിക അവസ്ഥയിലൂടെ വല്ലാത്ത ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ്, അതായത് ഒരു ഉണർവില്ലായ്മ, തളർച്ച, മടുപ്പ്, വിരക്തി, എല്ലാ വാതിലുകളും അടഞ്ഞ് 4 ചുറ്റുമുള്ള വാതിലുകൾ അടയ്ക്കപ്പെട്ട ഫീലിങ്സ്, വല്ലാത്ത സ്ട്രഗിൾ എനർജിയിലൂടെയാണ് ഈ ഒരു മാസം നിങ്ങൾ കടന്നു പോയത്. അതായത് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് മാർഗമുണ്ടായിട്ടും നിങ്ങളൊന്ന് തല ഉയർത്തി നോക്കാനോ നിങ്ങൾക്കൊരു വിജയം പരിശ്രമിച്ച് നേടിയെടുക്കാനോ സാധിക്കാതെ പോയ സമയമായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഈ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് എനർജികളിൽ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നിയ നിമിഷങ്ങളും സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വേണ്ട പല കാര്യങ്ങളും, ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ ഈ ഒരു മാസം പൂർണ്ണതയിൽ, സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പൂർണ്ണതയിൽ എത്തിക്കണമെന്ന് നിങ്ങൾ വളരെ ആഴത്തിൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ വളരെ സ്ട്രഗിൾ ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. വളരെ പ്രതീക്ഷയുണ്ടായിരുന്നൊരു മാസത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.
മാർച്ച് മാസത്തിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ പാഷനുകളെ ഫോക്കസ് ചെയ്ത് തുടങ്ങി വെച്ചിരുന്ന, അതായത് ഒരു ഇമോഷണൽ ബാലൻസിലൂടെ കൂടി തന്നെയാണ് ആ ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് എനർജി വന്നതെങ്കിലും അത് നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു ബ്ലോക്കിംഗ് എനർജിയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തത ലഭിച്ചിരുന്നു. ഇതെല്ലാം ടോട്ടലി ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തി കളഞ്ഞ ഒരു മാസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടഞ്ഞുപോയ, അതായത് എല്ലാ വാതിലുകളും അടഞ്ഞുപോയ, ശരിക്കും ഒറ്റപ്പെടലും അവഗണനയും മാറ്റി നിർത്തലുകളും നിങ്ങൾ ഈ ഒരു മന്തിൽ കുറേ ആളുകളുടെ എനർജിയിൽ എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. കൂടാതെ തന്നെ സൗഹൃദ ബന്ധത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ചില ബന്ധങ്ങളിൽ നിന്നും നിങ്ങളെ കൈയൊഴിഞ്ഞ സിറ്റുവേഷൻസും കണക്റ്റഡ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലെ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി കുറേ ആളുകൾ ഈ ഒരു മാസം മനസ്സിലാക്കി നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടെന്നും മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പവർഫുള്ളായിട്ട് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ, അതെല്ലാം നിങ്ങളെ വല്ലാതെ ഒന്ന് പിടിച്ചു ഉലച്ചതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് പുതിയൊരു തുടക്കമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമോഷണൽ ബാലൻസിലേക്ക്, ഒരു സ്വപ്നം റിയാലിറ്റിയിലേക്ക് പോകുക, ചിലരെ സംബന്ധിച്ച് പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് കാൽ എടുത്തു വെക്കുക എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഒരു ഇളക്കം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ കൺഫ്യൂസ്ഡ് എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ സ്തംഭിച്ച് നിന്ന ചില നിമിഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പുതിയ ചില പ്രോജക്റ്റുകളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ ഒരു സൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻസുകൾ, ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട സിറ്റുവേഷൻസുകളും ഈ ഒരു മാസം കടന്നു പോയിട്ടുണ്ട്. നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി വരേണ്ട സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പതർച്ചയും കൺഫ്യൂഷനും ഒരു ഉറപ്പില്ലായ്മയൊക്കെ നിങ്ങളെ വല്ലാതെ പിടികൂടിയതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്, നിങ്ങളെ ഒരു മായാ എനർജിയിൽ, അതായത് ഒരു മായാ വലയത്തിൽ പെടുത്തി കളഞ്ഞിരുന്നു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് പോലെ വരികയും ആ വന്ന കാര്യങ്ങളിൽ ഒരു കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ഒരു കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണത ഇല്ലായിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻസുകൾ ഉണ്ടായതായിട്ടും അവിടെ നിങ്ങളൊരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു മാസം ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു സാമ്പത്തികപരമാകുന്ന സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തളർന്നിരുന്ന സമയത്ത് കുറേ ആളുകളുടെ എനർജിയിലേക്ക് ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു സപ്പോർട്ടിങ് എനർജി ലഭിച്ചിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ഉള്ള യോഗമുണ്ടായിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു റീയൂണിയൻ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മാനസികപരമായിട്ട് തകർന്നിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു റീയൂണിയൻ്റെ പ്രസൻസ് വന്നിരുന്നു. സാമ്പത്തിക ഭദ്രതയൊക്കെ കുറച്ച് ആളുകൾക്ക് ഈ ഒരു മാസം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എൻഡിങ്ങോടുകൂടി മാസത്തിൻ്റെ അവസാനത്തിൻ്റെ പാതി ഘട്ടങ്ങളൊക്കെ എത്തിയപ്പോഴത്തേനും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന കുറച്ച് കാര്യങ്ങൾക്ക് നല്ലൊരു തീരുമാനം ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരു സാമ്പത്തിക സഹായം വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവിടെയൊക്കെ ഒരു പൂർണ്ണത, ഒരു ഹാപ്പി മൂമെൻറ്റ്സ്, അതായത് ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയങ്ങളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെടുത്ത് നിന്നും നിങ്ങൾക്കൊരു മാറ്റത്തിലേക്കാണ്, പോസിറ്റിവിറ്റിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു വന്നത്. അതുപോലെ തന്നെ ഒരു വിൽ പവർ, കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയൊക്കെ വന്നു. അതായത് സെൽഫായിട്ട് നേരിടണം, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായതായിട്ടും അതുപോലെ ചില പുതിയ രീതിയിൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്.
എന്താണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചു നിങ്ങൾക്ക് ഈ ഒരു മാസം. ഒരവസാനത്തോടു കൂടി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, നിങ്ങൾ വിജയിച്ചു. മറ്റേ നിങ്ങളുടെ വീഴ്ച കാത്തിരുന്നവരൊക്കെ ഒന്ന് സ്തംഭിച്ചു പോയി, തല കുനിക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഫാമിലിപരമായിട്ടുള്ള എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ തവണ കൂടുതൽ പോസിറ്റിവിറ്റി ലഭിച്ചതായിട്ട് കാണുന്ന. ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ്ങും കാര്യങ്ങളും ലഭിച്ചു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് കുടുംബപരമാകുന്ന ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളും പ്രശ്നങ്ങളും ഇപ്പം അവസാന സമയത്തോടു കൂടി വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും ഒരു സ്വരച്ചേർച്ചക്കുറവ്, ഒരു പക്ഷേ പേരൻസ് ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്താവാം. ഒരു ചെറിയൊരു ബ്ലോക്കിംഗ് എനർജി, അതായത് നമ്മൾ എന്താണോ വിചാരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചില കാര്യങ്ങൾ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ പോലും നമുക്ക് ഈ തവണ ഈ ഒരു മാസം വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ വലിയ പ്രതീക്ഷകളോ ഒന്നും ലഭിച്ചതായിട്ട് കാണാൻ സാധ്യതയില്ല. ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ നേരിടേണ്ടി വന്നത്. ബാക്കിയെല്ലാം ആ ഒരു നോർമൽ എനർജിയുടെ കൂടെ കടന്നുപോയി. കുറച്ച് ആളുകളിൽ ഒരു ചെറിയ രീതിയിലുള്ള റീയൂണിയൻ പ്രസൻസും മറ്റും കണക്റ്റഡ് ആയിരുന്നു. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കത് ഒരു പ്രോബ്ലംസ് തരണം ചെയ്ത് നിങ്ങൾക്ക് പോവാൻ സാധിച്ചു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് സപ്പോർട്ടിങ് ലഭിച്ചിരുന്നു. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇപ്പം വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വളരെയധികം വിശ്വസ്തയോടുകൂടിയും മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടിയും നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾക്ക് ദേഷ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള അടുത്ത ഇനി വിഷുഫലമാണല്ലോ വരാൻ പോകുന്നത്, അതിനെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ടുള്ള എനർജിയിലേക്ക് നോക്കുമ്പം അവിടെ ഒരു മൂമെൻറ്റ്സ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ചിലർക്കൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും അവർ ചേഞ്ച് ആയിട്ടുണ്ട്. അവരൊരു റിസ്ക് എടുക്കാൻ, അതായത് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ചിലർക്ക് റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാവാം, ചിലർക്ക് ഉടനെ തന്നെ റീയൂണിയൻ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത ചില ആളുകളിലേക്ക് നോക്കുമ്പോൾ റീയൂണിയൻ ഓൾറെഡി കണക്റ്റഡ് ആയി കഴിഞ്ഞു എന്നുള്ള എനർജിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഫാമിലി എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ. ഒരു ഹാപ്പി ഫാമിലി പ്രസൻസ് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിരാശപ്പെട്ട് നിന്ന്, അതായത് ഫെയിലിയർ ആയിട്ട് നിന്നെടുത്ത് നിന്നും റിസ്ക് എടുക്കാൻ തയ്യാറായതാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തന്നെ എടുത്തൊരു റിസ്കിൻ്റെ ഫലമായിട്ട് ഒരു ഹാപ്പി എനർജി, ഹാപ്പി ഫാമിലി ചിലരുടെ സിറ്റുവേഷൻസുകളിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു തിരിച്ചറിവ് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ തടസ്സങ്ങളെ അതിജീവിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് എനർജി അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്നിട്ട് കാര്യമില്ല, ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ, മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്നവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് വന്ന് ഈ ഒരു ബന്ധത്തിൽ അവർ തന്നെ റിസ്ക് എടുത്തൊരു റീയൂണിയൻ പ്രസൻസിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ വന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, കുറേയൊക്കെ സമയത്തിൻ്റെതാവാം, കുറച്ച് മറ്റു വ്യക്തികളുടെ ഇടപെടലുകളാവാം. ആ ഒരു തടസ്സത്തെ അതിജീവിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർ ബ്ലോക്കേജുകളെ അതിജീവിക്കാൻ പാകത്തിന് പവർഫുള്ളായി നല്ലൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് സിംഗിൾ എനർജിയിലേക്കൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ മാര്യേജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം, അതായത് നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്കതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മാറുന്നു, വിവാഹം പോലുള്ളൊരു എനർജിയിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്
അവരുടെ എനർജിയിൽ, നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റം പൊരുത്തപ്പെട്ടു പോകുക, അതായത് തടസ്സങ്ങളെ അതിജീവിക്കുക, 2 ധ്രുവങ്ങളിൽ നിൽക്കുക എന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്ന ഒരു എനർജി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൂർണ്ണത ആ ഒരു പേഴ്സണ് ഈ ഒരു മാസത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സമയദോഷം അല്ലെങ്കിൽ തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു സിറ്റുവേഷൻസുകളും നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലാത്തവർക്ക് റിയൂണിയൻ ഉണ്ട് കേട്ടോ. ഉടനെ തന്നെ നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആകും. പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാ വ്യക്തികളിലേക്കും ഇത് വരണമെന്നില്ല. നിങ്ങളുടെ സമയവും സിറ്റുവേഷൻസും ഒക്കെ അനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. ജനറൽ റീഡിങ്സ് ആണിത്. കർമ്മ എൻഡിങ് ആണ് കേട്ടോ കാണുന്നത്. അതായത് ഒരു കാത്തിരിപ്പിന് സമാപനം കുറിക്കാൻ പോകുന്നു, കുറിച്ചു എന്നുള്ളൊരു എനർജിയാണ് അവരുടെ എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ, എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത്, വേണോ വേണ്ട, അവരുടെ ഒരു കൺഫ്യൂഷൻ അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. അവരുടെ കൺഫ്യൂഷൻ്റെ കാരണം കർമ്മയായിരുന്നു, അതായത് തടസ്സങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കർമ്മ എൻഡിങ് ആയതോടുകൂടി അവർക്ക് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബാലൻസിലേക്ക് പോകുക. അതായത് നിങ്ങൾക്ക് അവർക്കും ഇടയിൽ ഒരു ഇംബാലൻസിങ്, പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുക, കുറച്ചൊക്കെ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാകുന്ന സിറ്റുവേഷൻസിലേക്ക് ഒരാളെ കൈ കടത്താതിരിക്കുക. അങ്ങനെ ഒരു ബാലൻസ് എനർജിയിലേക്ക് മാറുക എന്നതാണ് കാണുന്നത്. അതായത് പൂർണ്ണമായിട്ടും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സെൽഫ് ലവ്, റെസ്പെക്റ്റിലേക്ക് മാറാൻ തീരുമാനിക്കുക എന്ന എനർജിയാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ നേരിട്ട ട്രാജഡി, എവിടെയൊക്കെയാണ് നിങ്ങൾ തകർക്കപ്പെട്ടത്, എന്തൊക്കെ ബർഡനാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്, ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണേലും ബർഡൻ്റെയും മറ്റു കാര്യങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാഫല്യം, നിങ്ങളുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ എനർജിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക, കോൺഫിഡൻസ്, ധൈര്യത്തെ കൈവെടിയരുത്. മാനിഫെസ്റ്റേഷൻസോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. സ്ട്രോങ് ആവുക, കോൺഫിഡൻസോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു സമയമാണ്, നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നതാണ്. ഇനി നെക്സ്റ്റ് അടുത്ത മാസത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളെയുമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ നേരിടേണ്ടി വന്ന നിങ്ങളുടെ ബന്ധങ്ങളെ സംബന്ധിച്ചാണേലും മറ്റു ഭൗതികപരമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണേലും അതെല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ ചിന്തിച്ച് പുതിയൊരു തുടക്കത്തിന്, ഒരു പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആകുന്നു. അപ്പം അങ്ങോട്ടേക്ക് നിങ്ങൾ ചുവടെടുത്ത് വെക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ വരുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ലൈഫിനെയും സിറ്റുവേഷൻസിനെയും നിലനിർത്താൻ ശ്രമിക്കുക എന്നതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബ്ലോക്കേജുകളുണ്ട്, ശത്രുദോഷത്തിൻ്റെ പ്രസൻസ് ഒക്കെ നിങ്ങളിലുണ്ട് ചെറുതായിട്ട്. അതൊന്നും ചിന്തിച്ച് കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാതിരിക്കുക. നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുക. അപ്പോൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക. നല്ലൊരു ട്രോമാസ് ഉണ്ട് കേട്ടോ, നിങ്ങളുടെ എനർജിയിൽ ഒരു നല്ല ട്രോമാസും, ആ ഒരു ട്രോമ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബർഡനാണ്. ഇപ്പോഴും നിങ്ങളത് ശക്തമായി ചുമന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾ ഇറക്കി വെക്കേണ്ട സമയമായി. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത വിജയത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് ഫാമിലി ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മറ്റു ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് അവിടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്.